السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ്. ഈ മജ്ലിസ് ആദ്യമായി കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും. നമ്മുടെ മജ്ലിസ് ഒരുപാട് ഉപകാരപ്പെടുന്നത് ഇങ്ങനെ പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ആത്മീയമായ ഒരു പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമാണ് ഈ മജ്ലിസ് വല്ലാതെ ഉപകാരപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതകാലം മുഴുവനും സ്വാലിഹായ അമലുകൾ കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടും അതുപോലെ തന്നെ ഫോണിലൂടെയും വിളിച്ചുകൊണ്ട് വല്ലാത്ത വിഷമങ്ങൾ അറിയിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരുപാട് അമലുകൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഇവിടെ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം മുമ്പൊരിക്കൽ എന്നെ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ഈ ജോലി സംബന്ധമായ വല്ലാത്ത ഒരു വിഷമം അറിയിക്കുകയും ഞാൻ അദ്ദേഹത്തിന് ഒരു അമല് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹം ആ അമല് പരിപൂർണമായി ചെയ്തു. അതിൻ്റെ ഫളല് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ വിസ ശരിയായിട്ടുണ്ട്, ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഈ 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ദുബായിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഈ മജ്ലിസിൽ വന്നുകൊണ്ട് ഈ കാര്യം അറിയിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതുപോലെ തന്നെ എൻ്റെ മജ്ലിസിൽ ഞാൻ മുമ്പൊരിക്കൽ ഈ അമല് ഞാൻ ഒരു കുടുംബങ്ങളിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാകുന്നതിന് പ്രതിവിധിയായിട്ട് ഈ പറയുന്ന ദിക്റ് വീട്ടിൽ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീട്. ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും വല്ലാത്ത പിണക്കത്തിലായി. അവർ 2 പേരും മാസങ്ങളോളം പിരിഞ്ഞു നിൽക്കുകയും അത് 1 വർഷം പിന്നിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവർ പരസ്പരം ഒരു ബന്ധവുമില്ലാതെ, ഒരു നിലക്കുള്ള ബന്ധങ്ങളുമില്ലാതെ, ചെലവിന് കൊടുക്കാതെ, മക്കളെ കാണാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ചെറിയ മക്കളായിക്കൊണ്ടിരിക്കെ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത വിഷമങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. 2 പേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിലും പരസ്പരം ഈഗോ കാരണം 2 പേരും ഒന്നിക്കാൻ അവർക്ക് ഒരു നിലക്കും സാധിക്കുന്നില്ല. ഈ വീട്ടിൽ ഈ ദിക്റ് എഴുതി വച്ചതിൻ്റെ ശേഷം 70 ദിവസങ്ങൾക്ക് ശേഷം അവർ വിളിച്ചുകൊണ്ട് എന്നോട് ഈ വിഷയം അറിയിക്കുകയുണ്ടായി. അത്തരത്തിൽ വളരെ മഹത്വമായ, വളരെ പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്റാണ്, നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത്. ഒരുപാട് ആളുകൾ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, നിരന്തരം വീടുകളിൽ കലഹങ്ങളുള്ളവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങളുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാകും. അവർക്കെല്ലാം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന ദിക്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 1001 തവണ നമ്മൾ ചൊല്ലുക. ഏതാണ് ആ ദിക്റ്? യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഈ ദിക്റ് 1001 തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തു തീർക്കണമെന്നല്ല, അതല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണമെന്നല്ല. ഈ അമല് നമ്മൾ 1001 തവണയായി നമ്മൾ ചൊല്ലുക എന്നതാണ്.
ഇതിൽ ദിവസവും 1001 തവണ ചൊല്ലുന്ന ആളുകളുണ്ട്. അങ്ങനെ 7 ദിവസം ചൊല്ലുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 40 ദിവസം ഇത് പൂർണ്ണമായി ചെല്ലുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ദിക്റ് 1001 തവണ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാത്തവർക്ക് അത് 2 ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം. അതിനും സാധിക്കാത്തവർക്ക് അത് 3 ദിവസങ്ങളിലായിട്ടും ചൊല്ലി തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമല് ചെയ്യാനും ഇതിന്റെ മഹത്വങ്ങൾ ലഭിക്കാനും ഇതിന്റെ ഫളല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ എന്ന ഈ ദിക്റ് കാരണമായി സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിത്തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അമല് ജീവിതത്തിൽ നമ്മൾ ചെയ്തു നോക്കുക. നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഈ 1001 തവണ ചൊല്ലിത്തീരുന്നതിന്റെ മുമ്പ്, അതല്ലെങ്കിൽ 1000 തവണ ഓരോ ദിവസം ചൊല്ലിയതിന്റെ ശേഷം 1001 തവണ ഓരോ ദിവസം നമ്മൾ ചൊല്ലി അങ്ങനെ 40 ദിവസം പൂർണ്ണമായി ചൊല്ലുന്ന ആളുകളുണ്ട്. ഈ ചൊല്ലിത്തീരുന്നതിന്റെ മുമ്പായി ഒരുപാട് ആളുകൾക്ക് മഹത്വങ്ങൾ ഇതിന്റെ ഫളല് ലഭിച്ചത് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ അനുഭവത്തിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നീയത്തോടുകൂടി നമ്മുടെ വിഷമങ്ങൾ മാറണം എന്ന നീയത്തോടുകൂടി ഈ അമല് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബറക്കത്തുകൾ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.